ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് സ്കിൻ കെയർ ചെയ്യാം. കുറേ നാളായി ഞാൻ എന്തെങ്കിലും ഫേഷ്യലൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് തീരെ സമയം കിട്ടാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തനുവിനെ സ്കൂളിൽ കൊണ്ടുവരലും പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു. ഇപ്പോൾ സ്കൂൾ അടച്ചു. ഇന്നലത്തോട് കൂടിയിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ അടച്ചു കേട്ടോ. ഇനി ഏപ്രിൽ 1-ാം തീയതിയാണ് സ്കൂൾ തുറക്കുള്ളൂ. അപ്പോൾ അതുവരെയ്ക്കും നമുക്ക് നമ്മുടേതായ കാര്യത്തിന് കുറേ സമയം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണം. അറിയില്ല എന്തുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് സ്കിൻ കെയറിങ് നോക്കാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഞാൻ മിൽക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഫേഷ്യൽ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് റോ മിൽക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് റോ മിൽക്ക് എടുത്തിട്ടുണ്ട്. അതൊരു കോട്ടൺ വെച്ചിട്ട് അതിന് നമുക്ക് നല്ല പോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിങ് ആണ്. ക്ലൻസിങ്ങിന് ഞാൻ എടുത്തിട്ടുള്ളത് ഈ റോ മിൽക്കാണ്. റോ മിൽക്ക് നമ്മൾ കോട്ടൺ വെച്ചിട്ട് ഫേസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് അപ്ലൈ ചെയ്തിട്ട് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പാക്ക് റെഡിയാക്കാം. അപ്പോൾ പാക്ക് റെഡിയാക്കാനായിട്ട് നമ്മൾ മിൽക്കിലേക്ക് നമ്മൾ ബേസനാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ബേസൻ എന്ന് വെച്ചാൽ നമുക്ക് കടലപ്പൊടി, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാവും. നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ മുഖത്തിട്ടിട്ടുള്ള ആ റോ മിൽക്ക് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് വരാം. അതിനുശേഷം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്തു. ക്ലെൻസിങ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ സ്കിന്ന് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു ഗ്ലോയും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പാക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടോ. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇത് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് പോയിട്ട് കഴുകി കളയാം. അധികം ഡ്രൈ ആവാനായിട്ട് വെക്കേണ്ട, കുറച്ച് അതിന് മുന്നായിട്ട് നമുക്ക് കഴുകി കളയാം കേട്ടോ. ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മിൽക്കും പിന്നെ ബേസനും പിന്നെ അതേപോലെ തന്നെ ടർമറിക് പൗഡറും ആഡ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ടർമറിക് പൗഡർ ആഡ് ചെയ്യണത് താല്പര്യം ഉണ്ടായിരിക്കില്ല. താല്പര്യമുള്ളവർ ഉണ്ട് വെച്ചാൽ അവർക്ക് ആഡ് ചെയ്യാം കേട്ടോ. ചിലവർക്ക് അലർജി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തവരുണ്ട് വെച്ചാൽ ആഡ് ചെയ്യാം കേട്ടോ, നല്ലതായിരിക്കേ. അപ്പോൾ അതാ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതൊക്കെ കുറച്ചൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അധികം ഡ്രൈ ആയിട്ടില്ല, എന്നിരുന്നാലും കുറേയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ അധികം ഡ്രൈ ആക്കാനായിട്ട് വെക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് കഴുകിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് അറിയാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ പ്രൊസീജിയേഴ്സ്, ഇനിയുണ്ട് പ്രൊസീജിയേഴ്സ്, വെയിറ്റ് ചെയ്യും. ഞാൻ ഫേസൊക്കെ കഴുകിയിട്ട് വന്നിട്ടോ നല്ലൊരു റിസൾട്ട് ഉണ്ട് കേട്ടോ. നല്ല ഗ്ലോ ഉണ്ട്. കുറേയൊക്കെ എന്താ പറയുക ഡേർട്ടൊക്കെ പോയിട്ടുണ്ട്. നല്ലതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ഐസ് മസാജ് ചെയ്യാം. അപ്പോൾ ഒന്നിനെ ഡയറക്റ്റ് ആയിട്ട് ഐസ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. പക്ഷെ കുറേ പേർക്കൊന്നും എന്താ പറയുക ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഉള്ളവരുണ്ട് വെച്ചാൽ എന്തെങ്കിലും ഒരു തുണിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് മസാജ് ചെയ്യാം കേട്ടോ. അല്ലാത്തവരുണ്ട് വെച്ചാൽ ഇങ്ങനെ മസാജ് ചെയ്തോളൂ. ഐസ് റോളറൊക്കെ ഉണ്ട് വെച്ചാൽ അത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഐസ് മസാജ് ചെയ്യുമ്പോൾ ഫേസിന് നല്ല സുഖം കേട്ടോ. നല്ല സുഖമുണ്ടേ. എങ്ങനെ ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയാം. അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും മിൽക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. മിൽക്കിൽ നമ്മുടെ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂള്. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് മിൽക്കിൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിൽക്കിൽ. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഞാൻ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകി കളയാം കേട്ടോ. എന്നിട്ട് നമുക്ക് റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കാം. ഒരു തരം ഒട്ടലുണ്ട് കേട്ടോ മുഖത്ത്. ഇങ്ങനെ തൊടുമ്പോഴത്തേനും ഭയങ്കരമായിട്ടൊരു ഒട്ടലുണ്ട്. ഞാനും ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കണത്. എനിക്കത് അത്രയ്ക്കാണ്ട് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഒട്ടല്. പക്ഷെ നല്ലതാണ്, വിറ്റാമിൻ ഇ അല്ലേ, നല്ലതായിരിക്കും. അപ്പം എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിറ്റാമിൻ ഇ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുഖത്ത് നല്ലൊരു ഒട്ടലുണ്ട്. അത് നമുക്ക് കഴുകി കളയാം കേട്ടോ.
അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ കഴുകി കളയാന്ന് വെച്ചിട്ടാണ്. ഇപ്പം തന്നെ നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. കാരണം ഇൻട്രോ എടുത്തപ്പോൾ ഉള്ള ആ ഒരു ഫേസ് അല്ല, കുറച്ചൊരു ഗ്ലോ ആയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇത്. മിൽക്ക് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യുക, പിന്നെ മിൽക്കും പിന്നെ ബേസിനും കൂട്ടിയിട്ട് പാക്ക് ഇടുക. പിന്നെ അതേപോലെ തന്നെ മോയ്സ്ചറൈസറായിട്ട് മിൽക്കും വിറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലൊരു പാക്കാണ്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.